ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്തോഷവും അനുഗ്രഹവും ഉള്ളതായിരിക്കുന്ന ഒരു പ്രഭാതം കാണുവാനും ദൈവസന്നിധിയിൽ നമുക്ക് നിൽപ്പാനും ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്കിന്ന് പ്രഭാതത്തിൽ ഇറങ്ങാം. ഇന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഇന്ന് പകൽ മൊത്തം ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ വചനം നമ്മെ ഭരിക്കട്ടെ, നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ മന്നായിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ദൃക്സാക്ഷി റിപ്പോർട്ട്. ആധാരമാക്കി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം 19:10, യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, 66 പുസ്തകങ്ങളുടെ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം അന്ത്യകാലത്തേക്ക് ദൈവം മാറ്റിവെച്ചത് മുദ്രയിട്ടപ്പെട്ട പുസ്തകവുമാണ്. എന്നാൽ ഇതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കുമെന്നും എന്തൊക്കെ നടക്കുമെന്നും അതിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൃക്സാക്ഷി റിപ്പോർട്ട്. നമുക്കറിയാം, യോഹന്നാൻ സ്വർഗത്തിൽ നിന്നും കേൾക്കുന്നതായ ആ മറ നീക്കി കാണുന്നതായിരിക്കുന്ന വലിയ ദർശനം കണ്ടുകൊണ്ട് അവൻ ആത്മവിവശനായി എന്ന് പറയുന്നു. അവൻ മരിച്ചവനെ പോലെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിന്മേൽ വന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ആ മറകൾ നീക്കിക്കൊണ്ട് വരുവാനും വരാനിരിക്കുന്നതുമായ സംഭവത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം അവന് കാണിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ടതായിരിക്കുന്ന യോഹന്നാൻ എഴുതപ്പെട്ടതായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം അത് അന്ത്യകാലത്തേക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, ഞാനും നിങ്ങളും അന്ത്യകാലത്തിലാണ് ജീവിക്കുന്നത്. എന്ത് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ടോ അതൊക്കെ ഇന്ന് ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. വെളിപ്പാട് 1:3 അത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് പശ്ചാത്തലം അറിയാം. യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുമ്പോൾ വളരെ പത്മോസിന്റെ അനുഭവത്തിൽ അദ്ദേഹം കിടക്കുമ്പോൾ ഒരു അന്ധകാര നിഗൂഢമായിരിക്കുന്ന ഒരു കടൽ ദ്വീപിൽ വളരെ ക്ഷുദ്രജീവികളും കടൽപ്പാമ്പുകളും കടൽക്കാറ്റുകളും അതുപോലെ കടൽക്കാക്കുകളും ഒക്കെ ആക്രമിക്കുവാൻ വരുമ്പോഴൊക്കെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവന്റെ മേലുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു വലിയ ഭീകരമായിരിക്കുന്ന ഒരു അനുഭവമാണ് യോഹന്നാൻ നേരിടേണ്ടി വന്ന സുവിശേഷ നിമിത്തം. ദൈവത്തിന് സ്തോത്രം. അനേക ദേശദ്രോഹികളെ, അനേക കുറ്റവാളികളെ, കൊടും കുറ്റവാളികളെ തടവിലേക്കും നാടുകടത്തുന്നതുമായ അന്നത്തെ ഗവൺമെന്റിനുണ്ടായിരുന്നു. ഇത് ഒരു കുറ്റം ചെയ്യാത്തതായ യോഹന്നാനെ നാടുകടത്തുവാനുള്ള കാര്യം സുവിശേഷ നിമിത്തമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോഴും ദൈവസന്നിധിയിൽ അവൻ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്വർഗം അവന് വേണ്ടി തുറന്ന് ഇനിയും വരാനുള്ളതായിരിക്കുന്ന കാര്യാദികളെ ആ ദൈവത്തിന്റെ ദാസന് മറനീക്കി അവിടുന്ന് കാണിക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, പല ദൈവദാസന്മാരും അങ്ങനെയാണ്. സ്തേഫാനോസ് മരിക്കുമ്പോൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവനും സ്വർഗം തുറക്കുവാനിടയായി തീർന്നു. ക്രിസ്തീയ കോലത്തിൽ ആര് കഷ്ടം അനുഭവിക്കുന്നുവോ, ആര് കർത്താവിന് വേണ്ടി ഉപദ്രവമേൽക്കുന്നുവോ അവർക്ക് വേണ്ടി സ്വർഗം തുറക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേക ദൈവവിശുദ്ധന്മാർക്ക്, ദൈവമക്കൾക്ക് സ്വർഗം തുറന്നതായിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. വെളിപ്പാട് പുസ്തകം പറയുന്നു, ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതും തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അത് വേഗത്തിൽ സംഭവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ നടക്കുന്നതായ കാര്യാദികളൊന്നും തന്റെ മക്കളെ അറിയിക്കാതെ ഒന്നും ചെയ്യുകയില്ല. നമുക്കറിയാമല്ലോ, ദൈവത്തിന് സ്തോത്രം, വിഴിഞ്ഞം തുറമുഖത്ത് ഒരു ചരക്ക് കപ്പൽ ആഴത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. അനേക കണ്ടെയ്നറുകൾ ആ കടലിൽ കൂടെ കടലിന്റെ പരപ്പിൽ കൂടെ ഒഴുകി നടന്നു. മനുഷ്യനെല്ലാം വളരെ ഭീതിയോടുകൂടെയാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ?
അതിൻ്റെ അകത്തുള്ളതായിരിക്കും ദ്രാവകം ഏറ്റവും കൊടിയ വിഷയമാണെന്നാണ് മനുഷ്യന്റെ ചിന്ത. എന്നാൽ വേദപുസ്തകം പറയുന്നു, കടലിലെ 1/3 ജന്തുക്കൾ ചത്തുപോകുന്നൊരു അനുഭവം ഉണ്ടാകുമെന്ന് വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഒരു മുൻകുറിക്ക് കാരണമാണ്. ഇതൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം, അനേക പ്രാണനുകൾ പൊടിഞ്ഞു കൊടുക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവം നമുക്കറിയാം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ യുദ്ധവും യുദ്ധശ്രുതികളും ക്ഷാമവും ഭൂകമ്പവും ഇതെല്ലാം അവിടെ വിടാതെ ഉണ്ടാകും. ഇതൊക്കെയും ഒരു ഈറ്റുനോവിന്റെ ആരംഭം എന്ന് പറയുന്നു. കാരണം നിത്യസുവിശേഷം എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, രാജ്യത്തിന്റെ ഭൂമിയുടെ അവസാനമായി എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വചനം നാം വായിക്കുകയും പഠിക്കുകയും ഈ വചനം ദൈവത്തിന് സ്തോത്രം പ്രമാണിക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 22:18-19 ഇങ്ങനെ പറയുന്നു, ഈ വചനത്തിലെ ഉള്ളതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അവന് ഏറ്റവും വലിയ ബാധ, ഒരു ശിക്ഷ അവനുണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വചനത്തിലുള്ളതുപോലെ അനുസരിക്കുകയും ഉള്ളതുപോലെ കേൾക്കുകയും ചെയ്യുക. പ്രിയ ദൈവമക്കളെ, പൂവാടുന്നു, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ആകാശവും ഭൂമിയും മാറുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനങ്ങൾക്കോ ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഇതൊക്കെ അനുസരിക്കുന്നവർക്ക് ജീവവൃക്ഷത്തിന്റെ ഭക്ഷിപ്പാനുള്ളതായിരിക്കുന്ന ഒരവസരം ദൈവം തരികയാണ്. ഏവർക്കും വൃക്ഷത്തിന്റെ ഓഹരി പ്രാപിപ്പാൻ അവൻ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മളെ അവിടുന്ന് ഒരുക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ജീവവൃക്ഷത്തിന്റെ അധികാരം ഇല്ലാത്തവർക്ക് ദൈവത്തിന് സ്തോത്രം ഒരിക്കലും നമുക്ക് സ്വർഗം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടു പോകുവാൻ ദൈവത്തിന് സ്തോത്രം കഴിയുകയില്ല. ആയതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം, ഈ നാളുകളിൽ, ഈ നൂറ്റാണ്ടിൽ ദൈവത്തിന് സ്തോത്രം ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ട ഭൂമിയെ ദൈവത്തിന് സ്തോത്രം മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിന്റെ വില ആധാരം വാങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ അയച്ചുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം നമ്മയും വീണ്ടെടുക്കുവാൻ ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരാൻ പോകുകയാണ്. അതിന്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു നല്ല സാക്ഷിയുള്ളവരായി, നല്ല റിപ്പോർട്ടറായി, ദൈവത്തിന് സ്തോത്രം, ഒരു ദൃക്സാക്ഷിയായി കർത്താവിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഈ വചനം കേട്ട എല്ലാവരെയും പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ക്രിസ്തുവേശുവിൽ കൂടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, അനുഗ്രഹീതമാകുന്ന നല്ല പകൽവേളയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ കൃപ തന്നല്ലോ കർത്താവേ. ദൈവത്തിന് സ്തോത്ര. കാലത്തിന്റെ അന്ത്യത്തിലെത്തിയ ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ വിശ്വാസത്യാഗികളായി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടും ഉറപ്പോടും കൂടെ നിൽപ്പാൻ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ കൃപ നൽകണമല്ലോ. ഭൂമിയിൽ എന്ത് സംഭവിച്ചോട്ടെ, ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ ഭീതിയിൽപ്പെട്ടവരല്ല, ഭീരുക്കളായിട്ടല്ല, പ്രത്യാശയിൽ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. നിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഞങ്ങളും കർത്താവ് നിന്നോടുകൂടെ കടന്നു വരുവാൻ, ഞങ്ങൾ നിന്നോടുകൂടെ വസിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വചനം കേട്ട എല്ലാവരും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.